എനിക്ക് ഇന്നലത്തെ ആ ഒരു സാധനം ഇന്നില്ല അല്ലേ? ഉള്ളീന്ന് വരണില്ല. ഉള്ളീന്ന് വരണില്ല. ഉള്ളിലേക്ക് എന്തെങ്കിലും പോയാലല്ലേ ഉള്ളിൽ വരുള്ളൂ. Okay, let's try this again from the beginning. Hello guys, welcome back to my channel. എന്തുണ്ട് വിശേഷം? സുഖാണോ? So today's video is mainly about how I started my business. So last video നമ്മൾ എന്താ പറയുക പോപ്പപ്പിന് പോകുന്ന സമയത്ത് I spoke about what to do before you start a business. നിങ്ങൾ ഇതൊക്കെ അറിയണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതേപോലെ ഇന്ന് what I thought was when I'm doing this, last video I didn't have a structure, I just spoke out of my mind. But today what I thought is ഇന്നൊരു structured formatൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നാണ് എൻ്റെ മൈൻഡ്. Why a structured format is because this will help you if you are planning to start a business. When I started a business, I'll be very honest, എനിക്ക് സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. സോ സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഐ ഡി നോട്ട് ഹാവ് എനിക്കിത് അങ്ങനെ ഞാനായിട്ട് കണ്ടുപിടിച്ച് ഞാനായിട്ട് ഓരോന്നും എവറി സിംഗിൾ തിങ് ദാറ്റ് we have today in Ruh Collections, I did it by myself. I did the research, I did everything from scratch. So that is why I thought നമ്മളെ കഷ്ടപ്പെട്ടു. അപ്പോൾ കുറച്ച് അതിപ്പോൾ ഇത് കാണുന്ന എല്ലാവരും അല്ല, 1-2 പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. സോ I thought, okay, ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് how all I navigated, what all I did, now what all I learned apart from ഞാൻ ചെയ്ത കാര്യങ്ങളല്ലാണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു കോഴ്സൊക്കെ എടുത്ത് അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ ആ കോഴ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോഴ്സ് എന്ന് പറയാൻ I attended a boot camp, 3 days boot camp I had, so I attended that. അതിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ട്രക്ചർഡ് ഫോർമാറ്റിൽ I thought I will share it with you, so it will be helpful for you if you are planning to start a business. If you're not planning to start a business, if you just want to hear me go on and on about this, please continue watching it. Okay, so let's say okay. എൻ്റെ കാര്യം ഓക്കെ. സോ ദർ ഇസ് 2 ways to go in this video. So first thing is, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട, അതായത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഇതിലൊരു 7 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനല്ല നമുക്കൊരു 7 സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ഇറ്റ് വിൽ ബി നൈസ്. നമ്മൾ ഈ 7 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതിന് മുന്നേ യു നീഡ് ടു ഹാവ് എ പർട്ടിക്കുലർ സ്കിൽ ടു സ്റ്റാർട്ട് ഡൂയിങ് ദിസ്. ഈ പർട്ടിക്കുലർ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു 5 സെറ്റ് ഓഫ് സ്കിൽസ് യു നീഡ്. ബട്ട് ഡു യു നീഡ് അതുണ്ടെങ്കിലേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. ഇതിനകത്തുള്ള പല സ്കില്ലുകളും നമുക്ക് ഇത് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് യു ക്യാൻ ഡെവലപ്പ് എന്നുള്ളൊരു പരിപാടിയാണ്. സോ വൈ ഐ ഹാവ് ദിസ് ബുക്ക് ഇസ് ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് മൈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നതും എൻ്റെ പല കാര്യങ്ങളും എന്താണ് കോഡ് ഓഫ് ഓണർ അങ്ങനത്തെ കുറേ ഞാൻ ഇത് പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, I took classes. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. സോ ആ ബുക്ക് ഞാൻ ഇവിടെ എടുത്തു വെച്ചു, സോ ദാറ്റ് ഐ ഡോണ്ട് ഫോർഗെറ്റ് വാട്ട് ഐ എം ട്രൈയിങ് ടു ടെൽ യു എന്നുള്ളൊരു സാധനം വെച്ചിട്ട് ഞാനിത് എടുത്തു വെച്ചു കേട്ടോ. ഓക്കെ, വൈ? ബിക്കോസ് ഐ ഹാവ് എ പ്രോബ്ലം വിച്ച് ഇസ്, ഞാനൊരു കാര്യം സംസാരിച്ച് തുടങ്ങി അതങ്ങനെ പോയി ഞാൻ വേറെ എവിടെയെങ്കിലൊക്കെ പോകും. അപ്പോൾ ആ പോയാൽ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച കാര്യം ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്ത് വെച്ചേക്കണം. ഞാൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ദ സ്കിൽസ് ഓർ ദ എന്താ പറയുക, ഒരു ബിസിനസ് തുടങ്ങാനുള്ളൊരു ബ്ലൂ പ്രിൻ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതിൽ വേണോ ഇതിൽ വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. Okay, so what I will do is I will start with the blueprint and then I will go to the എന്താ പറയുക, നമ്മുടെ സ്കിൽ. ബിക്കോസ് ആ ബ്ലൂ പ്രിൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കാം എനിക്ക് തോന്നുന്നു സ്കില്ലിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക. ഫസ്റ്റ് തിങ് യു നീഡ് ടു സ്റ്റാർട്ട് യുവർ ബിസിനസ് ഈസ് പർപ്പസ്. യു നീഡ് ടു ഫൈൻഡ് യുവർ പർപ്പസ്. സോ വെൻ ഐ സേ ഫൈൻഡ് യുവർ പർപ്പസ്, it can be a short term purpose, it can be a long term purpose, but നമുക്കൊരു ഗോള് വേണം. അതായത് നമുക്ക് ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ പറയുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്. ഐ തിങ്ക് ഇൻ ബിസിനസ് ദർ ഇസ് നോ ഷോർട്ട് ടേം ഗോൾസ് കേട്ടോ. അതായത് നമുക്കൊരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട്, like for me personally, I don't know about you, but for me personally I don't believe in short term goals when you're starting a business, because starting a business in itself is a huge thing. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ
അതൊരിക്കലും ക്വിറ്റ് ചെയ്യാതെ നമ്മൾ എത്ര വർഷം എടുത്തിട്ടാണെങ്കിലും നമ്മളത് സക്സസ്ഫുൾ ആകുന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫോർ മീ ദ പർപ്പസ് ഇസ് നോട്ട് a short-term purpose. What is that purpose? For example, ചിലർക്ക് അതൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവാം, ചിലർക്ക് ഇറ്റ് ക്യാൻ ബി ടു ബി യുവർ ഓൺ ബോസ്. For some people it can be to restart your career. So when I say restart your career, for a lot of us, when I say us women, you get married and then maybe you start a family, so you have a kid. നമ്മൾ കുട്ടി ഉണ്ടായിട്ട് കുറച്ച് നാൾ നമ്മൾ എന്തെങ്കിലും ജോലിക്കൊന്നും പോകില്ല, and then ഒരു കുട്ടിക്ക് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും you think of, okay, let's start to get back into a job. When you think of that, what happens is, because you have a huge gap, you find it difficult to get a job. So അങ്ങനത്തെ ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങണോ എന്ന് ചോദിച്ചാൽ why not? Why can't you? Okay, why I started a business എന്ന് ഞാൻ അതിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. I'll be very honest, എൻ്റെ ലൈഫിൽ I never thought I will start a business. എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ലായിരുന്നു. കാരണം ഫോർ മീ ഐ വാസ് എ വെബ് ഡെവലപ്പർ ആൻഡ് എനിക്ക് ആ ഫീൽഡാണ് എൻ്റെ മെയിൻ. കോഡ് ചെയ്യുക, ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ്, അങ്ങനത്തെ കുറേ പരിപാടികൾ. അതായത് ഫ്രണ്ട് ആൻഡ് ലാംഗ്വേജ് സ്കൂളിൽ പഠിക്കുക, റിയാക്ട്, ആംഗുലർ, അങ്ങനത്തെ സാധനങ്ങൾ പഠിക്കുക, എനിക്ക് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ തലയിൽ. Now how did I get into this? Ashik is the sole reason. കാരണം from the day I met him, from the day I started talking to that guy, like that guy എന്നൊക്കെ കേട്ടിട്ട് വരണം ഇപ്പം. So from the day I started talking to him, the thing that he always told me is he wants to start a business. So for ആഷിക്കിൻ്റെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ തുണിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല കേട്ടോ. For him it is about there is a problem and my product should be the solution. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ട്, അപ്പോൾ ആ പ്രശ്നത്തിന് ഇതാണ് എൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഇന്നോവേറ്റീവ് സാധനമാണ് ആഷിക്കിൻ്റെ ബിസിനസ് ഐഡിയാസ്. ഓക്കെ, സോ ഫോർ ദ ലാസ്റ്റ് 5 years Ashik has kept on telling me about starting a business. You are your own boss, നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, you don't have, it is not just about being your own boss. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, അവരുടെ ഒരു I don't know exactly how to describe it, but you understand the point. I hope you understand the point. കാരണം today I don't know why, ഇന്നലെ ഞാൻ എൻ്റെ തലയിൽ ഈ വീഡിയോ എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ ഞാൻ ഇതൊക്കെ പറയുന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ എൻ്റെ തലയിൽ കുറേ കാര്യങ്ങൾ വരികയും ചെയ്തു. ഐ ലൈക്ക് ദ വേ ഐ സ്ട്രക്ചർഡ് ഹൗ ഐ വാസ് ഗോയിങ് ടു ടോക്ക് ഇൻ ദിസ് വീഡിയോ. ബട്ട് ടുഡേ ദാറ്റ് ഇസ് നോട്ട് കമ്മിങ് ഔട്ട് ദ വേ ഐ വാണ്ട് ഇറ്റ് ടു ബി. ദിസ് ഹാപ്പൻസ് ടു മീ എവറി ടൈം. ഞാൻ പറയാറില്ല, എൻ്റെ കണ്ടൻറ് എടുക്കണ അതായത് എൻ്റെ കണ്ടൻറ് ഐഡിയാസ് ആൻഡ് ദ വേ ഇറ്റ് കംസ് ഔട്ട്, അതായത് കംസ് ഔട്ട് അല്ല, അതായത് എക്സിക്യൂഷൻ ഈസ് ഓൾവേസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അതായത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരിക്കലും ഇങ്ങനെ വരാറില്ല. കാരണം ദിസ് ഇസ് നോട്ട് ഹൗ ഐ വോണ്ടഡ് ദിസ് ടു ഗോ. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പോകരുത്. ഞാൻ എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. സോ കീപ് വാച്ചിങ്. ഓക്കെ, സോ ഫോർ മീ ഐ സ്റ്റാർട്ട് ഇങ്ങനെ ഇത് എൻ്റെ തലയിൽ ഇത് പറഞ്ഞാണ് one fine day, I still remember. So one fine day I was like, I told Ashik, listen, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്നല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളി ബിസിനസ് ഐഡിയ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് ഐ സെറ്റ് സം ഫോൺ കേസ് കവർ അങ്ങനത്തെ എന്തോ. അതായത് ഇവിടെ നമുക്ക് കസ്റ്റമൈസ്ഡ് ഫോൺ കേസ് കവേഴ്സ് കിട്ടാറില്ല, അതായത് ഓൾറെഡി ഉള്ള സാധനങ്ങളാണ് കിട്ടുക. നാട്ടിൽ നമുക്കിപ്പം ലെറ്റ്സ് ഞാനൊരു ഡിസൈൻ കൊടുക്കണു, ആ ഡിസൈൻ എനിക്ക് ഫോൺ കവറായിട്ട് വേണം. ഇഫ് ഐ ഡു ദാറ്റ്, നാട്ടിൽ നമുക്കങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ദുബായിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഫ്രഷ് ഐഡിയ കണ്ടിരിക്കുന്നു. സോ ഇവിടെ ഇത് കുറേ നാൾ മുമ്പേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഐ ടോൾഡ് ദിസ് ആൻഡ് ഹി ആക്ച്വലി റിസർച്ച്ഡ് അബൌട്ട് ഓൾ ഓഫ് ദിസ് ആൻഡ് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ആഷിക്കന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ പറഞ്ഞ് gradually I also started thinking about how to start a business or what to start. So for me, why I started Ruh Collections is that ഞാൻ ഓഫീസിൽ പോകുമ്പം I wear shirts.
സോ ഈ ഷർട്ടിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും പോളിസ്റ്റർ അങ്ങനത്തെ തുണികളാണ് നമുക്കിവിടെ കുറച്ചൊരു എന്താ പറയുക, ഷർട്ട്സിൽ നല്ല കോട്ടൺ ഷർട്ട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഓഫീസിൽ പോകുമ്പം what happens is during summer, especially during summer, ഇവിടെ കൂടുതലും സമ്മർ ആണല്ലോ, സോ എസ്പെഷ്യലി ഡ്യൂറിങ് സമ്മർ എനിക്ക് മൈ ബോഡി ഈവൻ ഇൻ ഓഫീസിൽ എല്ലാവരും മറ്റേ ജാക്കറ്റും തണുത്ത മറ്റേ ഈ സ്വെറ്ററും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുമ്പോഴും എനിക്ക് ചൂടെടുക്കാറാണ് പതിവ്. സോ ഐ ഈവൻ ലൈക്ക് മൈ ബോഡി ഈസ് ലൈക്ക് ദാറ്റ്. സോ I sweat, and when I sweat in this polyester, ഒരു പോളിസ്റ്റർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മറ്റേ ഇച്ചിരി ഒരു ഷൈനി, ഒരു ഷിമ്മറി ഫീലിംഗ് ഉള്ള ക്ലോത്ത്സ്, അതിലൊക്കെ നമ്മുടെ സ്വെറ്റിൻ്റെ മാത്രമല്ല, സ്വെറ്റ് അല്ലാണ്ട് വേറെന്തോ ഒരു മണം കൂടെ വരും. ഐ ഹേറ്റ് ദാറ്റ്. ഈ മൂക്കി പിടിക്കുന്നത് നിങ്ങൾ യു ഹാവ് ടു ഇഗ്നോർ കേട്ടോ, കാരണം എനിക്ക് കുറേ നേരമായിട്ട് ഐ എം ഹാവിങ് സം കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ. സോ ദാറ്റ് ഇസ് വൈ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് വെൻ യു വെയറിങ് കോട്ടൺ, ഈ ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അതായത് കോട്ടൺ ഇടുമ്പോഴത്തേക്കും അത്ര അങ്ങോട്ടൊരു പ്രശ്നമില്ല. സോ ദാറ്റ് ഈസ് വെൻ ഐ ട്രൈ ടു റിസർച്ച് ഫോർ ദീസ് തിങ്സ്. ആൻഡ് അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു, കോട്ടൺ, ആക്ച്വലി എൻ്റെ പ്ലാൻ വാസ് ടു സ്റ്റാർട്ട് വിത്ത് അഫോർഡബിൾ കോട്ടൺ ഓഫീസ് വെയർ ഷർട്ട്സ്. ഓക്കെ, അതെൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു. ആ സെയിം മൈൻഡിൽ തന്നെ ഏതോ ഒരു പെരുന്നാളിന് ഐ വോണ്ടഡ് ടു ഗെറ്റ് സം ചുരിദാർ ഫോർ സം 100-200, അത് 150 dirhamsൻ്റെ അകത്ത് എനിക്കൊരു ചുരിദാർ വേണം എന്നുള്ളൊരു മൂഡ്. അപ്പം അതും എൻ്റെ ഒരു മൈൻഡിലായിരുന്നു. അപ്പം അത് അഫോർഡബിൾ കുർത്തകളും എനിക്ക് വേണം. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ കോട്ടൺ വേണം എന്നുണ്ടായിരുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഇനീഷ്യൽ thing to start a business. Now why cotton? Because as I said, cotton is very, എന്താ പറയുക, നമുക്ക് ഇടാനും എല്ലാം. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നതും ഒരു കോട്ടൺ കുർത്തയാണ്. നമ്മൾ ഫൈൻഡ് യുവർ പർപ്പസ് തുടങ്ങി നമ്മളെന്തുകൊണ്ട് റൂഹ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൊക്കെയായി. ദിസ് ഇസ് വൈ ഐ ടോൾഡ് യു, ഞാനൊരു കാര്യം സംസാരിച്ചു തുടങ്ങി വെറുടിയിലും പോകുന്നു. ഓക്കെ, now when I say find your purpose, let's get back to that. You need to find your purpose. അതായത് നിങ്ങൾക്ക് എന്താ പറയുക, you want to be your own boss, you want to have financial freedom, you want to create employment. അത് നമുക്ക് ജോലിയൊക്കെ ഉണ്ട്, നമുക്ക് വരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ കൊണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ചിലർക്ക് തോന്നാം കേട്ടോ. I'm just randomly saying. അതാകാം, അല്ലെങ്കിൽ you want to restart your career. സോ അങ്ങനെയൊക്കെ these are examples of finding your purpose. So that's what I'm saying. You need to find that purpose. When I say financial freedom, for me personally, I believe everyone, irrespective of gender, you need to be financially independent. Ningaloru you are a husband or a wife, you are a man, you are a woman, whatever be it, you need to be financially independent because that gives you a lot of power. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്, ലൈക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ഹാവിങ് എ ഹസ്ബൻഡ് ഓർ എ ഫാദർ ഓർ, അതായത് അവർക്ക് നമ്മുടെ ഭയങ്കര സ്നേഹമാവാം, ലൈക്ക് ദേ ലവ് യു എ ലോട്ട് ആൻഡ് ദേ ആർ റെഡി ടു സ്പെൻഡ് ഫോർ യു. ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, യു നീഡ് ടു ഹാവ് മണി. ₹1 എങ്കിൽ ₹1, യു ഹാവ് ടു ഹാവ് ഇറ്റ് ബൈ യുവർ സെൽഫ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിപ്പം what I have understood is that this is going to be very okay, നമുക്ക് നമ്മുടേതായ ഒരു ആവശ്യം ഉണ്ടാവാം, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദാറ്റ് ആവശ്യം ഇസ്. ഓക്കെ, എനിക്കൊരു ഉടുപ്പ് മേടിക്കണം, അല്ലെങ്കിൽ ഉടുപ്പ് വേണ്ട. ഫോർ വിമൻ, ലെറ്റ്സ് ടേക്ക് എ കേസ് ഓഫ് വിമൻ. യു ഗെറ്റ് യുവർ പീരിയഡ്സ്. ഓക്കെ, യു ഗെറ്റ് യുവർ പീരിയഡ്സ് ആൻഡ് യു വോണ്ട് ടു ഗെറ്റ് നമ്മുടെ പാഡ് തീർന്നുപോയി, അല്ലെങ്കിൽ വാട്ട് എവർ സാനിറ്ററി പ്രോഡക്റ്റ് യു ആർ യൂസിങ് വെൻ യു ഗെറ്റ് യുവർ പീരിയഡ്സ്, ദാറ്റ്സ് ഓവർ ആൻഡ് യു ഗോട്ട് യുവർ പീരിയഡ്സ് ആൻഡ് യു ആർ കോളിങ് യുവർ ഹസ്ബൻഡ് ഓർ യു ആർ കോളിങ് യുവർ ഡാഡ് ആൻഡ് സെയിങ്, സീ ദിസ്, ഇത് കഴിഞ്ഞു, വരുമ്പോൾ മേടിച്ചിട്ട് വരുമെന്ന് പറയുന്നു. They come and they don't have this sanitary product that you want and you are like, did you not buy? And they're like, oh, I forgot. നമ്മളിത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് and their reaction is like, I forgot. You will feel really, അപ്പോൾ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, എനിക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടില്ല, ബട്ട് I'm
thinking of that avastha where I don't have the money to buy even a sanitary product, and I have to depend on my husband, and he comes home and he's like, I forgot ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന് കയറിയുള്ള ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി മേടിക്കാം എന്നുള്ളൊരു സാധനം വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ലുക്ക് ഗുഡ്. നമുക്ക് മറ്റേ നമ്മളോട് തന്നെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ലുക്ക് ഗുഡ്. ഐ എം ഗോയിങ് ടു ടെൽ യു ദിസ് വെരി ക്ലിയർലി. ഇത് കാണുന്ന പലരും, you might have a job, you might not relate to it, but there are women who can relate to this. So that is why I'm saying, irrespective of a man or woman, you need to be financially independent. Now when I say man or woman, എന്തുകൊണ്ട് ഞാൻ man എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ രണ്ടുപേർക്കും ജോലി ഉണ്ടെന്നിരിക്കട്ടെ. One fine day we all saw during COVID there was a lot of layoff and a lot of people lost their job, and in that case ഹസ്ബൻഡിനാണ് ജോലി പോയി. യു ഹാവ് എ ഫിനാൻഷ്യൽ അതായത് നമുക്കൊരു കുറച്ച് പൈസ നമ്മുടെ എന്താ പറയുക, അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് പൈസ അവർ തരും എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ എന്താണ് PF ആ പരിപാടി, ആ സാധനം തരുന്നു. യുവർ സെറ്റിൽമെൻറ്റ് ദേ ഗിവിങ് യു ദാറ്റ്. ബട്ട് യു ഹാവ് എ, let's say you did not have a backup fund, you don't have an emergency fund, അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നില്ല എന്നിരിക്കട്ടെ, and you only have your full and final settlement, which is, let's say, കുറച്ച് പൈസ ഉള്ളൂ, and then you're looking for a job and you're not getting a job, and കുറേ നാൾ നമ്മൾ ഈ ഒരു സാധനത്തിൽ ഓടുകയാണ്, നമ്മുടെ സെറ്റിൽമെൻറ്റിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആൻഡ് ആ പൈസയും കുറഞ്ഞു വരുന്നു. You suddenly need something, okay? And I'll be very honest, men, they have a huge ego or a huge pride that when your wife is earning and you're not earning, I wouldn't say it as, okay, I think I shouldn't have said the word ego or pride. The reason why, because the society has built it up like that. അതായത് നമ്മുടെ സൊസൈറ്റിയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്, ആണുങ്ങളാണ് വർക്ക് ചെയ്യാനുള്ളതും, the men has to provide and the woman has to cook and look after the family. So നമ്മുടെ സൊസൈറ്റി തന്നെയാണ് ഈ പറയുന്ന ഒരു പ്രഷർ they have given to the men that, you know, men has to provide and the woman has to look after the family. So if you don't have a job, it is something. അതായത് ആൻഡ് അതുകൊണ്ട് തന്നെ ആണുങ്ങൾക്ക്, I'm so sorry, ചിരി വന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആണുങ്ങൾക്ക് when the woman is running the home and they don't have a job, it is so difficult for them to എന്താ പറയുക, live. അവർക്ക് ഭയങ്കര, like when I say live, it affects them mentally, it affects them physically, it affects them ഈ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അതവർക്ക്, ഞാൻ അങ്ങനെ തന്നെ പറയും, മെൻ്റലിയാണ് ഏറ്റവും കൂടുതൽ. ഐ ഹാവ് സീൻ ലൈക്ക്, ബിക്കോസ് ആഷിഖ് വാസ് ഹിയർ ആൻഡ് ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ് ഫോർ ഓൾമോസ്റ്റ് 6-7 months and I saw that എന്താ പറയുക, റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ്. ആൻഡ് ആഷിഖിനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇറ്റ് വാസ് സോ ഹാർഡ്. അതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ദേ ഫീൽ ദാറ്റ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ ജോബ്, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് മണി, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്നവർക്ക് അങ്ങനെ തോന്നും. The guys, they will feel that. And I'm not going to joke, this is the truth, this is a universal truth, and I think people at some point need to accept it, which is പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വിലയുള്ളൂ. അത് എല്ലായിടത്തും, അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും, അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ, ചേച്ചി, whoever be it, കേട്ടോ, anyone for that matter, the way they talk to you, the way they എന്താ പറയുക, they communicate with you, the way they interact with you, whatever be it, if you have money, the way they respect you also, പൈസയുടെ പേരിലാണ്. So for a guy, if a guy doesn't have a job, it is very hard. And maybe നമ്മൾ അങ്ങനെ വിചാരിക്കാണ്ട്, നമ്മൾ നോർമലി പറയുന്ന ഒരു കാര്യമായിരിക്കും അവരുടെ തലയിൽ കയറുന്നത്, ഓ എനിക്ക് ജോലിയില്ല, എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് വരെ തോന്നാം. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ it is not going to look good. And that is why financial independence, financial freedom is a must for both men and women. So
അതിന് വേണ്ടിയിട്ട് ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്, സ്റ്റാർട്ട് ഇറ്റ്. അത് എവിടെ നിന്ന് നിങ്ങൾ തുടങ്ങുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ലാസ്റ്റ് ഡേ ഐ സോ എൻ ഇൻ്റർവ്യൂ നമ്മുടെ നാട്ടിൽ തന്നെ. ഹിസ് പർപ്പസ് വാസ് നോട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയിരുന്നില്ല. അയാളുടെ പർപ്പസ് വാസ് ദിസ് ഗൈ, ഹീ വാസ് സ്റ്റാൻഡിങ് ഓൺ ഒരു വണ്ടിയുടെ അടുത്ത് ചാരി നിന്നപ്പോൾ ആ ഡ്രൈവർ വന്ന അയാളുടെ അടുത്ത് ഭയങ്കര അത് ആ വണ്ടിയുടെ ഡ്രൈവർ വന്ന അയാളുടെ അടുത്ത് ഭയങ്കര പൊട്ടയായിട്ട് ബിഹേവ് ചെയ്തിട്ട് ഹീ ഫെൽറ്റ് ബാഡ് ആൻഡ് ഹീ ഫെൽറ്റ് ദാറ്റ് എൻ്റെ അടുത്ത് ഹീ തോട്ട് ഐ ഡോണ്ട് ഹാവ് പൈസ, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ അത്രയും വാശിയുടെ പുറത്ത് നൗ ഹീ ഹാസ് ഓവർ 100+. നമ്മുടെ നാട്ടിൽ ഹീ ഡസ് ദിസ് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനത്തെ സാധനത്തിൻ്റെ ബിസിനസ് ഇൻ ട്രിവാൻഡ്രം, in Kochi, Kozhikode, I think all over Kerala. He has become very huge. I think you would have seen that interview. That was his purpose. His purpose was enne annu enki paisa illa ennu parnu enne insult edu. And today look at who I am. Same way, I think a lot of the purpose lies around money. A lot of the purpose, to be honest, a lot of the purpose lies around money and the financial independence. And that's why I'm telling you again and again, even if you have a job, if you can and not everyone can do a business. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, like I know a person who has tried to run multiple businesses. അത് പൊട്ടി പണാരടങ്ങിയിട്ട് ഇവിടെ ദുബായിൽ വന്നിട്ട് he is trying to work and pay off that debt. So when you start, you need to be ready to accept that പൊട്ടുന്നില്ല, നമ്മുടെ ബിസിനസ്സിനെ എന്ത് ചെയ്ത് രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ യു നീഡ് ടു ഹാവ്. സോ ഫോർ മീ റൈറ്റ് നൗ, ഇഫ് യു ആസ്ക് മീ ഡു ഐ ഹാവ് ദാറ്റ് ഐഡിയ? നോ, ബട്ട് ഐ ആം 100% ഷുവർ എൻ്റെ മൈൻഡിൽ there is no way that Ruh Collections will fail, and I will not let it fail. I will make sure that we reach somewhere with this, because I have a purpose and I need to reach that purpose and I have to. എനിക്ക് അതിൻ്റെ അകത്ത് ആ പർപ്പസ് ഞാൻ എന്താണെന്ന് പറയില്ല, ബട്ട് ഐ വിൽ ഗെറ്റ് ടു ദാറ്റ് ആൻഡ് ഐ വിൽ ഷോ. അന്ന് ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ ഐ വിൽ ടെൽ യു, സി ദിസ് വാസ് മൈ പർപ്പസ് ആൻഡ് ദിസ് ഇസ് വൈ ഐ സ്റ്റാർട്ടഡ് Ruh Collection. ഈ ഒരു പർപ്പസ് Ruh Collection സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല, Ruh Collection സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറേ നാൾ മുമ്പേ എൻ്റെ മൈൻഡിൽ എനിക്ക് ഒരു ഐ വോണ്ടഡ് ടു ഡു സംതിങ്. സോ ആ ഒരു ഗോളിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗോളിലേക്ക് എങ്ങനെ എത്തും, ഈ വെബ് ഡെവലപ്മെൻറ്റ് കൊണ്ട് എങ്ങനെ എത്തും എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ബട്ട് നൗ ഐ നോ. സോ number 1, find your purpose, find your why you want to start. Now why do you have to find this purpose? Do you know why? That will help you stay motivated, that will help you stay inspired, that will make you get up from your bed in the morning and work hard for it. അങ്ങനെ ഒരു ഗോൾ നമുക്കുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. ആ ഗോളിൽ എത്താൻ വേണ്ടി യു വിൽ ഫൈൻഡ് യുവർ വേ ആൻഡ് ദാറ്റ് ഈസ് യുവർ പർപ്പസ്. Now the second P is a very simple. Once you have a purpose, you have to find your product. So when I say you have to find your product, let's say for example നമ്മൾ തുണി എടുക്കണം, തുണിയാവാം, ജ്വല്ലറി ആവാം, anything, okay? So in the product, finding your niche is your main part. കുറേ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, how do I find my niche? You need to find out what you want to do. Do you want to do clothing? Do you want to do jewelry? Do you want to do handmade products? അങ്ങനെ അതാണ് നിങ്ങളുടെ ആദ്യത്തെ സെഗ്മെൻറ്റ്. ഓക്കെ, now once you get that, the next thing you need to do is ഒരു സബ് സെഗ്മെൻറ്റ്. അതായത് ഇപ്പം ലെറ്റ്സ് സേ ക്ലോത്തിങ്ങിലാണെങ്കിൽ what do you want? ഇന്ത്യൻ ആണോ നിങ്ങൾ നോക്കുന്നത്, വെസ്റ്റേൺ ആണോ നിങ്ങൾ നോക്കുന്നത്, അങ്ങനത്തെ ഒരു സബ് സെഗ്മെൻറ്റ്. now if you are into jewelry, you are like okay, what jewelry? Again നമുക്ക് കുറച്ചുകൂടെ ആൻറ്റീക്ക് സാധനങ്ങൾ ഉണ്ടാവാം, മോഡേൺ സാധനങ്ങൾ ഉണ്ടാവാം, യു ഹാവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഡക്ട്സ്. സോ that is just sub segment. Now you narrow it down to your style or your occasion. So when I say style, it can be only party wears ആണ് അവരുടെ ഒരു ഒക്കേഷൻ. ആ ഒക്കേഷൻ സബ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് എവറി ഡേ വെയർ ആയിരിക്കാം. ഓർ യുവർ സ്റ്റൈൽ ഇസ് മേ ബി I do only chicken curry, or I do only
എ ലൈൻ കുർത്താസ് ഓർ അനാർക്കലി, അതായിരിക്കാം അവരുടെ ഒരു സ്റ്റൈൽ. ആൻഡ് ഫ്രം ദെയർ ദെൻ യു ഗോ ഡൗൺ ടു മെറ്റീരിയൽ, വിച്ച് ഈസ് കോട്ടൺ ആണോ, സിൽക്ക് ആണോ, വാട്ട് ഇസ് ഇറ്റ്, മൊഡാൽ സിൽക്ക് ആണോ, പിന്നെന്താണ്, അങ്ങനെ you have to narrow it down. When I say narrow it down, why do you narrow it down? Because you need to start, if you're starting, you need to start from one single niche. Why? Because നമ്മൾ അതിൽ അങ്ങ് you specialize in that, you become അതിനെ സെൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ച, once you market that product and it gets sold, ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് യു ആർ സെല്ലിങ് ഇറ്റ്, ദെൻ വെൻ യു ബ്രിങ് അനദർ സ്റ്റൈൽ, ആ പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു സെൽ ഇറ്റ്. ദ റീസൺ വൈ ഐ എം സേയിങ് ഇസ്, നമ്മുടെ പല ബ്രാൻഡുകൾ, ഓക്കെ, ഇഫ് ഐ എം നോട്ട് റോങ്, ഗോ കളേഴ്സ് see, they started with only leggings. അവർ എല്ലാ കളറിലുമുള്ള ലെഗിങ്സിലാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. Today they have patiala pants, formal pants, എന്താ പറയുക, straight pants, all sorts of bottom wears they have. When they narrowed it down to such a particular niche, it was easy for them. Why? Because initially അവരുടെ ആ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു കാണാം. അത് കഴിഞ്ഞിട്ട് when they launched their next product, they had a customer base, so that customer base itself bought from them. That is why I'm telling you, you have to narrow down your niche to a very, നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് അറിയണം. സോ ഇതിപ്പം ഞാൻ ക്ലോത്തിങ്ങിൽ പറഞ്ഞു. Now let's say take an example of jewelry. You want to start jewelry business. Now, one advantage of starting a jewelry business is that you don't have to keep all the sizes. With clothing, you'll have to have sizes from small to XL, 2XL, 3XL, 4XL, 5XL. അത്ര ഉണ്ടാവും. Now, you can actually നിങ്ങളുടെ നീഷ് വേണമെങ്കിൽ only plus sizes എന്നും ആവാം. അതായത് 2XL, 3, 2XL to 5, 10 അങ്ങനത്തെ അത്രയും പ്ലസ് സൈസസ് പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ സെല് ചെയ്യുന്നുള്ളൂ എന്നും ആവാം. That is there. But the reason why I mentioned jewelry is that നിങ്ങൾക്ക് അത്രയും ഒരു സ്റ്റോക്ക്, അതായത് ഈ പറയുന്ന തുണി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡിസൈനിലൊരു 6-7 സൈസസ് ഉണ്ടാവാം. ആ സൈസസിനൊക്കെ നമുക്ക് സ്റ്റോക്ക് വേണം. But when it comes to jewelry, you don't need that. There is no size problem, so you don't have to, unless it's bangles, you don't have to have എന്താ പറയുക, കുറേ സ്റ്റോക്ക് വേണമെന്നില്ല. So that is there. So in jewelry, let's say if you're taking jewelry and you are saying I am going to do only jewelry, so that's your first segment. Your second segment is I'm going to do western എന്ന് പറഞ്ഞാൽ കുറച്ചൊരു modern kind of jewelry, or what occasion അല്ലെങ്കിൽ what style എന്ന് പറഞ്ഞാൽ we are going to do only statement jewelry. Earrings, let's go earrings, അല്ലെങ്കിൽ let's go bangles. അയ്യോ, ബാംഗിൾസ് നമ്മൾ പറഞ്ഞ സൈസ് ഉണ്ട്. Okay, so earrings or chains. Okay, so I'm going to start a chain, അല്ലെങ്കിൽ I'm going to start chains which is for western, that is modern chains which are statement chains and they are gold plated. You can do that. അതല്ലെങ്കിൽ silver plated ചെയ്യാം. So the material you have, so അത്രയും നമ്മൾ narrow down ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇയറിങ്സ്, when you're taking earrings, I am going to do only huge jhumkas, which is Indian ടൈപ്പിൽ നമ്മുടെ എത്നിക് jhumkas that you can wear. അതായത് അങ്ങനത്തെ it can be oxidized jewelry. അത്രയും നമ്മൾ നാരോ ഡൗൺ ചെയ്യുക. അല്ലെങ്കിൽ യു ക്യാൻ ഹാവ്, ഇതൊന്നുമല്ല, ഞാൻ സ്റ്റഡ്സ് മാത്രമാണ്, അതായത് ചെറിയ സ്റ്റഡ് കമ്മലുകൾ മാത്രം, അതായത് ഇങ്ങനത്തെ അതായത് നമുക്ക് സെക്കൻഡ് സ്റ്റഡായിട്ടോ തേർഡ് സ്റ്റഡായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്മലുകൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അത്രയും അങ്ങനെ ഞങ്ങൾക്ക് നാരോ ഡൗൺ ചെയ്യാം. വെൻ ഐ സേ, സോ ഇയറിങ്സ് യു കം അപ്പ് വിത്ത് ഗോൾഡ് പ്ലേറ്റഡ്, സിൽവർ പ്ലേറ്റഡ്, ഓക്സിഡൈസ്ഡ്. സോ you need to narrow down your niche to a, ഈ മൂക്കും ഞാനും ഉണ്ടല്ലോ, ഒട്ടും പറയണ്ട ഗൈസ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലല്ലേ? You need to narrow down your niche when you're starting, so that once you excel in that, then when you introduce a new product, it will be so much easier for you. But if you have like ചുരിദാർ ഉണ്ട്, അതായത് I have
salwars, I have saris, I have jewelry, I have in jewelry I have കമ്മല്, മാല, വള, ഇങ്ങനെ. അതായത് എനിക്കൊരു സൈഡിൽ കൂടെ ചുരിദാർ ബിസിനസ് ഉണ്ട്, എനിക്ക് മറ്റേ സൈഡിൽ കൂടെ വലിയ മാലയുടെ പരിപാടികൾ, കമ്മലിൻ്റെ പരിപാടി. എനിക്കിതെല്ലാം വേണമെന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങിയാലുണ്ടല്ലോ, നടക്കൂല ഗൈസ്. നടക്കൂല എന്ന് ഞാൻ പറയാൻ കാരണം നടക്കൂല എന്നല്ല, it is going to be very difficult for you to മാർക്കറ്റ് ദിസ്. ബിക്കോസ് നമ്മൾ ആ ഒരു മാർക്കറ്റ്, അതായത് വിറ്റ് പോവുക എന്നുള്ള, നമ്മളൊരു സാധനം എടുക്കുമ്പോൾ നമ്മൾക്കത് വിൽക്കണം എന്നാണല്ലോ. ആ വിൽക്കാൻ വേണ്ടിയിട്ട് യു നീഡ് അത്രയും, യു ഹാവ് ടു വർക്ക് ഹാർഡ് ടു സെൽ ദീസ്. ബട്ട് ഇഫ് യു narrow it down to one particular product and then you find things around that, it is going to be easy. So for me, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ, ലൈക്ക് മൈ സിസ്റ്റർ സേസ്, മൈ ഫ്രണ്ട്സ്, they tell me, Ruby, why don't you bring എന്താ പറയുക, സാരികൾ കൊണ്ടുവരാത്ത എന്താ, പാകിസ്ഥാനി സാധനങ്ങൾ കൊണ്ടുവരൂ, പാകിസ്ഥാനി സൂട്ട്സ് കൊണ്ടുവരൂ, അത് ചെയ്ത് ചെയ്യും. I will later on, but not now, because for me right now my focus is I'm going to work only with cotton ബ്ലോക്ക് പ്രിൻറ്റഡ് സ്റ്റഫ്സ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ വെബ്സൈറ്റിലുള്ള എൻ്റെ പ്രോഡക്ട്സുകൾ ഉള്ളത് ലൈക്ക് വൺസ് ദേ സോൾഡ് ഔട്ട്, I am like those which are not cotton, once they are sold out, gradually I will only focus on cotton, because that is what I am trying to do. എനിക്ക് കോട്ടണിലാണ് എൻ്റെ താല്പര്യം. ബിക്കോസ് I don't know if I've said this here. No, I don't think I have said this here. For me, the reason why I chose cotton is because of the frequency. We humans, our human body we have a particular frequency, and cotton dresses resonate the same frequency. So basically ഇതും കൂടി ഞാൻ പറഞ്ഞിട്ട്, നമ്മൾ ഇടുന്ന തുണികൾക്ക് they generate or they have vibrations which have എന്താ പറയുക, പലതരം വൈബ്രേഷൻസ് ഉണ്ട്, പലതരം ഫ്രീക്വൻസീസ് ഉണ്ട്. സോ കോട്ടൺ ഹാസ് എ സെയിം ഫ്രീക്വൻസി ആസ് എ ഹ്യൂമൻ ബോഡി. Now polyester in the other hand, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സം 15-20 ആ ഒരു റേഞ്ചാണ്, ആൻഡ് ദാറ്റ് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് എ ഡെഡ് പേഴ്സൺ. സോ വെൻ യു വെയർ എ ക്ലോത്ത്, നമ്മുടെ ബോഡിയിൽ നിന്ന് അങ്ങനെ ഒരു ഫ്രീക്വൻസി, നമ്മുടെ ബോഡിയും ആ ഒരു ഫ്രീക്വൻസിയും കൂടെ മാച്ച് ആയിട്ട് അതൊരു ജനറേറ്റ് ചെയ്യും. സോ വെൻ യു വെയർ പോളിസ്റ്റർ, it switches your mood. I don't know if you have noticed, there is a huge change. I don't know, വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. If you have noticed, big celebrities, okay, മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനത്തെ ആൾക്കാർ, I'm not saying always, but have you noticed they have a special aura, they have a special vibration, they have that ഒരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് സാധനം ഉണ്ട്. That is because the cloth they wear also gets resonated with them. അവർ കൂടുതലും ലിനൻ, അങ്ങനത്തെ ലിനൻ, സിൽക്കിനും ലിനനും ഒക്കെ ഭയങ്കരമായ ഫ്രീക്വൻസീസ് ആണ്. ദേ ഹാവ് ലൈക്ക് വെരി ഹൈ ഫ്രീക്വൻസി, 5000 ഹേർട്സ് ഒക്കെയാണ് അതിൻ്റെ ഫ്രീക്വൻസി, ആൻഡ് that is so huge. അതായത് I think Mammootty, he wears a lot of linen clothes, and I've seen Mohanlal also sometimes I don't know, last കഴിഞ്ഞ വീഡിയോയിൽ I don't know if that kurta, അയ്യോ എന്താണ് ആ പരിപാടി, that he came in that kurta and that pari, oh man, such charm he had, that aura. It's the dress you wear. The dress you wear gives out a different frequency, and for me, I believe in positive vibe. And ഞാൻ ആൾക്കാർക്ക് സംസാരിക്കുമ്പോൾ if I get a പൊട്ട vibe, if I get a negative vibe, I cut off that conversation. പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകാറില്ല. പണ്ടാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ, അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ when I was in college and all, if the person who's standing next to me, I get a bad vibe, I leave that place. Like ആ സ്പോട്ടിൽ ഞാൻ സ്ഥലം വിടും. എനിക്ക് നിൽക്കാൻ പറ്റില്ല, പൊട്ട വൈബ് അടിച്ചാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. I believe in vibrations that people give me, and so that is one main reason why I choose cotton for Ruh Collections. I know ഈ ഒരു വീഡിയോ, I have a feeling it's going to be very long. So what I'm going to do is I'm going to share one more P of എന്താണ് പറയുക, നമ്മുടെ starting the business, and then I will continue this video in the next episode. Why? Because ഇപ്പോഴേ ഞാൻ കുറേ സംസാരിച്ചിട്ട് കുറേ ആയത്. The next P that you need to do is find your people. Now when I say find your people, you need to find your target audience. Now
നമ്മൾക്ക് you found your purpose, you found your product, now you need to find your target audience. When you have to find your target audience, it's actually quite simple. This resonates with the product. Now, when I say find your product, how easy it is എന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. You split that നമ്മൾ demographics and activities ആയിട്ട് you can split, okay? So let's take demographics. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ഈ വീഡിയോയിൽ എൻ്റെ മൂക്ക് ചൊറി ക്ഷമിക്കണം കേട്ടോ. One is gender. Are you catering to men or women? അതായത് നമ്മൾ മെൻസ് വെയർ ആണോ വുമൻസ് വെയർ ആണോ എന്ന് നിങ്ങൾക്ക് you have to find the clarity. Second is the age group. Now men women എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് കുട്ടികളുടെ ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. So we have kids as well. So the age comes in this part, okay? So age നകത്ത് are you catering for kids? When it is kids, അതിൻ്റെ അകത്തും ജനിച്ച കുട്ടി, ലൈക്ക് ജസ്റ്റ് നൗ ജനിച്ച് 1 വയസ്സിനുള്ളിൽ കുട്ടിയാണോ, അതോ 2 to 3 or then 8 വയസ്സ്, അത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് ഓഫ് കിഡ്സ് അല്ലേ. സോ അങ്ങനത്തെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് യു ഹാവ് ടു pinpoint and you have to find that clarity. Or if it is teenagers or 20 to 30 അല്ലെങ്കിൽ 20 to 40 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണോ, 40 to 50 or above 50 plus ഉള്ള ആൾക്കാർ. So you have to find out your age group also. Then the next demographic, the third one is the location. So I'm not talking about UAE, but let's say in India, because India is a very huge country. Are you catering for എന്താ പറയുക, മെട്രോ സിറ്റീസിലുള്ള ആൾക്കാരെയാണോ, അത് കുറച്ചുകൂടെ ഉള്ളെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് ഉള്ളിലേക്കാണെങ്കിലും കുറച്ച് ഫാഷനബിൾ ആണല്ലോ ആൾക്കാർ. സോ അങ്ങനത്തെ ആൾക്കാരാണോ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത് നെക്സ്റ്റ് demographic that you have to figure out. Now the fourth one, it is a very എന്താ പറയുക, ഒരു ട്രിക്കി ഫാക്ടറാണ്, which is income. Why we need to know the income is because, see, you, as I said, everyone's not your customer because നമ്മുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും. സോ വെൻ ഐ സേ അഫോർഡബിലിറ്റി, ഫോർ മീ മേ ബി 100 dirhamsന് ഒരു സൽവാർ മൈറ്റ് ബി ഓക്കെ ഫോർ മീ, അല്ലെങ്കിൽ 200 dirhams 300 dirhamsനൊക്കെ എനിക്ക് ഒരു സൽവാർ അല്ലെങ്കിൽ ഒരു ഡ്രസ് മൈറ്റ് ബി അഫോർഡബിൾ ഫോർ മീ, ബട്ട് നോട്ട് ഫോർ എവ്രി വൺ, ഓക്കെ? സോ ഫോർ സം അതർ പീപ്പിൾ 100 dirhams അല്ലെങ്കിൽ ഒരു 200 dirhamsന് ചുരിദാർ മേടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഓ മൈ ഗോഡ് ഇറ്റ് ഇസ് ടു എക്സ്പെൻസീവ് എന്ന് അവർക്ക് തോന്നിക്കും. സോ ദാറ്റ്സ് വൈ ദ ഇൻകം ഫാക്ടേഴ്സ്, ബിക്കോസ് യു മൈറ്റ് സീ ദ തിങ് ഈസ് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ലൊക്കേഷൻ, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഇൻകം, ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ദെയർ ഒക്കുപ്പേഷൻ. സോ ഒക്കുപ്പേഷൻ ഇസ് ദ ഫിഫ്ത്ത് വൺ. സോ ഈ മൂന്നും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാകണം എന്നില്ല, ബട്ട് സ്റ്റിൽ യു നീഡ് ടു ഹാവ് എ ജനറിക് ഐഡിയ, ഓക്കെ? സോ വൈ ഇൻകം ഇസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇഫ് യു ആർ ട്രൈയിങ് ടു കേറ്റർ ഫോർ എവ്രി വൺ, അതായത് 100 രൂപയ്ക്ക് മേടിക്കുന്ന ആൾക്കാർക്കും എനിക്ക് സാധനം കൊടുക്കണം, 500 dirhamsന് മേടിക്കുന്ന ആൾക്കാർക്കും എനിക്ക് സാധനം കൊടുക്കണം, അങ്ങനെ ഒരു സാധനം ലൈക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, യു വിൽ നോട്ട് റീച്ച് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ പ്രോഡക്റ്റ് ഇന്ന ആൾക്കാർ മേടിക്കും എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാവണം. സോ ഫോർ മീ അറ്റ് ദ മൊമെൻറ്റ് what happened is initially I found it very difficult to reach my target audience, but now I'm actually getting there because I can see it. ആ ഒരു 170 അല്ലെങ്കിൽ 200 dirhams കൊടുത്ത് സൽവാർ ചുരിദാർ അല്ലെങ്കിൽ ഒരു കുർത്ത സെറ്റ് മേടിക്കാനുള്ള there are people. So for like initially, so what happened is I told you, കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അതായത് ഇൻഫ്ലുവൻസറിനെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തു, ആൻഡ് ദെൻ I got a lot of queries, and in that queries they like അവർ പ്രൈസ് ചോദിക്കും, പിന്നെ അവരങ്ങ് പോകും. When they go, what happens is that is not affordable for them. Like I even got response back from one particular person saying the brand I buy, നോർമലി ഞാൻ മേടിക്കുന്ന ബ്രാൻഡുകളൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾ അപ്പോഴും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോറി ഞാൻ ആ ഒരു ടോൺ എടുത്തത്, ബട്ട് ഐ വോണ്ടഡ് ടു സേ ദാറ്റ് is the brands that she purchase. ആ കുട്ടി മേടിക്കുന്ന കുർത്തകൾ അല്ലെങ്കിൽ അവർ മേടിക്കുന്ന സാധനം അത്ര അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റേതായ എന്താ പറയുക, അത്ര പ്രൈസ് ഉണ്ടാവുള്ളൂ അതിന്. ബട്ട് ഐ ആം കേറ്ററിങ് ടു പീപ്പിൾ ഹൂ ഫൈൻഡ് ഇറ്റ് അഫോർഡബിൾ. അതായത് 200 dirhams 300 dirhamsന് സൽവാർ ഇസ് അഫോർഡബിൾ എന്ന് ഉള്ള ആൾക്കാരും ഉണ്ട്. ബിക്കോസ് ഫോർ പീപ്പിൾ സ്പെൻഡിങ്
അല്ലെങ്കിൽ അവരുടെ ഇൻകം is very much important when you run a business. That's why you need to pinpoint where exactly are you trying to cater to people who are going to buy only products inside 100 dirhams or inside 200 dirhams അല്ലെങ്കിൽ 1000 dirham അല്ലെങ്കിൽ dirham ഇട് രൂപ. എൻ്റെ ഒരു പ്രോഡക്റ്റിന് ഞാൻ 1000 രൂപ വെക്കുകയാണ്, അതിന് മേടിക്കുന്ന ആൾക്കാരാണോ എൻ്റെ കസ്റ്റമർ, അതോ മൈ ടാർഗറ്റ് ഓഡിയൻസ് പർച്ചേസസ് അവരുടെ ഒരു ജനറിക്, അവർ ഒരു മാസം അവരുടെ എന്താ പറയുക ഡ്രസ്സിനുള്ളൊരു എക്സ്പെൻസ് അവർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് തന്നെ ചിലപ്പം 10,000 രൂപയ്ക്കായിരിക്കും അവർ മേടിക്കുക. അതാണോ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്, അത് ഒരു മാസം ഞാൻ 1000 രൂപയ്ക്ക് മേടിക്കുള്ളൂ എന്നുള്ള ആളാണോ എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്? സോ ദാറ്റ്സ് വൈ യു നീഡ് ടു നോ ദ ഇൻകം. സി ദാറ്റ്സ് അഗൈൻ, you need not know the exact income and all, you just need to have a generic idea. Now the last demographic that we have is occupation. Now there are people who are working and there are housewives, if you are taking a woman as a gender. Now with housewives, നാട്ടിൽ ഉള്ള, അതായത് കേരളത്തിലുള്ള അല്ല, what I've noticed is in northern parts of India, even if you're a housewife, you spend because your husband's actually kind of rich, or they have these kind of kitty parties. Apparently ഞാൻ പറഞ്ഞ ഒരു 3 ദിവസത്തെ ബൂട്ട് ക്യാമ്പ് I attended and they kept on talking about kitty parties and I was like, what is it? So those are parties where ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, you have a social group and you meet every once a week or twice a week and those are called kitty parties. So അതിന് വേണ്ടിയിട്ട് they attend and they dress up in a particular way, and so that is why housewife comes into this picture. So are you catering for that? See, when you're doing a business in India, in a place like India, you don't just cater for Kerala. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ കേറ്റർ ചെയ്യണ്ടേ. So that's why you have to keep this in our mind also. Same stuff you have it here as well in UAE, let's say, because പകുതി ഇന്ത്യക്കാരും UAE-ലുണ്ട്. അപ്പോൾ ആ നോർത്ത് ഇന്ത്യൻ കൾച്ചർ അവർക്ക് ഇവിടെയും ഉണ്ട്, where you know they every week they meet, they have some പരിപാടി or the other. സോ അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെയുണ്ട്. ബിക്കോസ് ഐ ഹാവ് എ ഫ്രണ്ട്, വെൻ ഐ സേ ഫ്രണ്ട്, ഈ ബൂട്ട് ക്യാമ്പിൽ കൂടെ പരിചയപ്പെട്ടൊരു ഫ്രണ്ടാണ്. സോ ഷീ ഈസ് എ ഹൗസ് വൈഫ്, ഷീ ഈസ് നെവർ ഹാഡ് എ ജോബ്, ഇതുവരെ ജോലി ചെയ്തില്ല, ബട്ട് ദേ ഹാവ് എ വെരി എന്താ പറയുക, എവറി വീക്ക് അവർ like friends in the വീട്ടിൽ ഒന്ന് they get together or they have like a puja or these kind of parties they have, so they dress up and they go. അപ്പോൾ അതിനും that's why I said housewife is a very huge category, not just for അതായത് കേരളത്തിലെ ഹൗസ് വൈഫ്സ് പോലെയല്ല നമ്മുടെ ബാക്കിയുള്ളത്. And then the next category is the working woman. So you need to figure out exactly who is, അത് ഈ പറഞ്ഞ ഡെമോഗ്രാഫിക്സിൽ നമുക്കൊരു ജനറിക് ഐഡിയ ഉണ്ടാവണം, ബട്ട് the clear clarity you need to have for age and gender, because that you cannot, I'm telling you again and again, you cannot say all women will buy my product, no, like all men will buy, no. You need to find that clarity. Only if you find the clarity you can cater to their needs, you can market. അത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരെ നമുക്ക് ആ ഒരു എന്താ പറയുക line of way'il we can go. Now I have a feeling that this is a very huge video, so what I'm going to do is I'm going to cut it short here and then we'll continue the next details in the other video. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ we covered the purpose, and then we covered your product and the people എന്താ പറയുക target audience. So in the next video what I will discuss about is your brand positioning. നമ്മൾ എങ്ങനെ ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്നു, യുവർ ബ്രാൻഡ് ഐഡൻറ്റിറ്റി, അങ്ങനത്തെ പരിപാടികൾ. Then the platforms where you can sell, then there is, what is it called, promotions, like marketing strategies, then pricing, which is the most important thing, and then I will talk about the 5 skills that you would need to start this business. And then after that ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ്, നിങ്ങളിപ്പോൾ ഞാൻ പ്രോഡക്റ്റിൻ്റെ നീഷ് അതായത് ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് നീഷിനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. Now how do I find that niche? I will share in the next video. Okay, so stay tuned for the next video and I will see you next week. Paula, tata, bye bye.